ആ ഇല്ല ജാസ്മിൻ, ഞാൻ രാവിലെ നേരത്തെ എത്തി. ആ കഴിഞ്ഞ ആഴ്ച വന്നു പോയുള്ളൂ. പക്ഷെ അവിടെ എന്ത് ചെയ്യാനാ? ആ അവിടെ പണിയൊക്കെ കൂടുമ്പോ നേരെ ഇങ്ങോട്ടേക്ക് ചാടും. പിന്നെ വൈകുന്നേരത്തോ? വൈകുന്നേരത്തേക്ക് വരാൻ നോക്കാം കേട്ടോ. ആ ആയിക്കോട്ടെ, ശരി എന്നാൽ. നീ വന്നപ്പോ മുതൽ ഫോണിലാണല്ലോ. അവിടെ ഇങ്ങനെ തന്നെയാ? ആ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ ഏട്ടന് തീരെ ഇഷ്ടമില്ല, വഴക്ക് പറയും ഫോൺ ചെയ്താൽ. ആ കൂടുതലുള്ളത് 5-6 ഫ്രണ്ട്സാ. കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ? നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ. അപ്പൊ പിന്നെ ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. ആകെയുള്ളൊരു സന്തോഷം ഇവരോടൊക്കെ സംസാരിക്കാന്നുള്ളതാ. പിന്നെ 24 മണിക്കൂറും പണിയെടുത്ത് നടക്കാനാവും. അത് ശരിയാ. അളിയനുണ്ടാവുമല്ലോ ഇഷ്ടംപോലെ ഫ്രണ്ട്സ്. അപ്പൊ പിന്നെ നിന്റെ ഈ കൂടുതൽ 5-6 ഫ്രണ്ട്സിനോട് വിളിച്ച് സംസാരിക്കുന്നതല്ലേ, പുള്ളിക്ക് അത്രമാത്രം ദേഷ്യം വരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നീ അങ്ങോട്ട് പോയത് വെറും പണിയെടുക്കാൻ മാത്രമല്ലല്ലോ. എല്ലാ ഭർത്താക്കന്മാരും എന്റെ ആങ്ങളനെ പോലെ ചിന്തിച്ച പെണ്ണുങ്ങൾക്ക് സന്തോഷത്തോടെ പോയ വീട്ടിൽ ജീവിക്കാം. ആ അവൻ കുറച്ചൊക്കെ ഒന്ന് മാറാനുണ്ട്. നിനക്ക് ഞാൻ അവളോട് ജ്യൂസ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കോലം നോക്കും മോനെ അവളുടെ. കവിളൊക്കെ ഒട്ടി ഉണങ്ങി മെലിഞ്ഞിട്ട്. അവൻ എപ്പോഴും ഇവള് പണിയെടുത്തുകൊണ്ടിരിക്കണം. ഒന്ന് ഇരുന്ന് അവന് പ്രശ്നമായി, ഒന്ന് ഫോൺ ചെയ്താലും അവന് പ്രശ്നമായി. അല്ല പൂനെന്നേ അളിയന്റെ ബന്ധുക്കളൊക്കെ എപ്പോഴെത്തുന്നേ? അവര് ഞായറാഴ്ച എത്തും. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയോടെ പണിയായിരിക്കും. അടുക്കളയിൽ നിന്ന് എനിക്കൊന്നും മാറാൻ പറ്റില്ല. അതിനു മുമ്പ് ചാടിയതാ. കുറച്ച് ദിവസം മുമ്പ് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ആർക്കൊരു സംശയം തോന്നില്ലല്ലോ. അല്ല ഇനിയിപ്പോ അവരൊക്കെ അവിടെ നിന്ന് വരുന്ന സമയത്തേ നീ ഇങ്ങനെ മാറി നിന്നാല് ആ പ്രശ്നമാവോ? എന്ത് പ്രശ്നം മോനെ? പിന്നെ അവരെല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കി കഴിക്കാനല്ലേ ഉള്ളൂ. ഇവളെല്ലാം ഉണ്ടാക്കി ഒരുക്കിങ്ങനെ കാത്തിരിക്കാം. അപ്പോഴേക്കും അവർ വല്ല ഹോട്ടലിലോ അവിടെ ഇവിടെ കഴിച്ചിട്ട് വരും. ഇവളൊരു അടുക്കളക്കാരിയായിട്ട് ഇങ്ങനെ അടിമയായി അവിടെ നിൽക്കേണ്ടി വരും. ഞാൻ തന്നെ അങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അതന്നെയാ ശരി. നീ എന്തിനാ അവിടെ പേടിച്ച് നിൽക്കാൻ നിൽക്കുന്നത്? എന്തായാലും നീ ഇങ്ങോട്ട് വന്നില്ലേ, സമാധാനത്തോടെ ഒരു 10 ദിവസം അവിടെ നിൽക്ക്, എന്നിട്ട് പോയാൽ മതി. അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടോ, 10 ദിവസം ഇവിടെ ഇരിക്കുക, നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ തടിച്ച് കൊഴിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. ഞാൻ പറമ്പിൽ പോയിട്ട് അടക്കി എന്തെങ്കിലും പെറുക്കി വെച്ചിട്ട് വരാം. അമ്മ പോയിട്ട് വാ. നീ ജ്യൂസ് അടിച്ചിട്ടേ അവൾക്ക് വേഗം കൊണ്ട് കൊടുക്കിട്ടാ, മറക്കണ്ട. നിമിഷേനെ ഒന്ന് വിളിക്കട്ടെ. അവൾ വിളിച്ചിട്ട് 2-3 ദിവസമായി. നീ എന്ത് കാണിക്കവിടെ? അമ്മ കുറെ നേരത്തെ പറഞ്ഞല്ലേ അവൾക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ. ഇത്ര നേരം ഉണ്ടാക്കിയില്ല. ഞാൻ ഉണ്ടാക്കി കൊടുത്ത ആപ്പിൾ ജ്യൂസ് അപ്പൊ പറഞ്ഞു മുന്തിരി ജ്യൂസ് വേണം. എത്ര ജ്യൂസ് കുടിക്കും? അവിടെ ഇങ്ങനെ തന്നെയാ. അവള് കഴിക്കട്ടെ, നീ എന്തിനാ വെറുതെ കണ്ണുക്കാൻ നിൽക്കുന്നത്? ഇവിടെ വരുമ്പോഴല്ലേ നീ എന്താ വേണ്ട ഉണ്ടാക്കി കൊടുക്കുക. അതന്നെയല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയതാ. ഇത് പറ്റില്ല, അത് പറ്റില്ല, അത് പറ്റില്ല. ഒരു സെക്കൻഡ് ഞാൻ ഇരുന്നിട്ടില്ല. പെങ്ങൾക്കും കയറി ഇതൊക്കെ ചെയ്യാം. നീ എന്ത് മലമറിക്കുന്ന പണി അവിടെ ചെയ്യുന്നു പറഞ്ഞു? സാധാരണ ചെയ്യുന്ന പണിക്ക് തന്നെയല്ലേ, അല്ലാണ്ട് കൂടുതലൊന്നും ഇല്ലല്ലോ. അവക്ക് 2 ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താണോ നീ ഇത്രയും വലിയ കണക്ക് പറയാൻ നിൽക്കുന്നത്? നോക്ക്, സമയത്തിന് ഭക്ഷണം കൊടുക്കണ്ട അവൾക്ക്. അമ്മ പറയണ്ടായിരുന്നു അവള് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടെന്ന്. ഇവിടുന്ന് പോകുമ്പോഴത്തേനും നല്ല തടിച്ച് ഗുണ്ടാക്കിയിട്ടാണ് അവള് പറഞ്ഞുവിടാൻ. കറിയൊക്കെ ആയോ? കറി എങ്ങനെ ആകാനാ? കറി ഉണ്ടാക്കുന്ന സമയത്താണ് വേറെ എന്തൊക്കെയോ പണിയും പറഞ്ഞു വന്നത്. ഉള്ളി തക്കാളിയൊക്കെ മുറിച്ചു വെച്ചിട്ടുണ്ട്, അത്ര തന്നെ. ഇനി വേണം ഉണ്ടാക്കാൻ. അയ്യേ, നീ എന്ത് ഇങ്ങനെ? എന്റെ പെങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടാണോ നീ ഇങ്ങനെ എഴുന്നള്ളിച്ചോണ്ടിരിക്കുന്നത്? പെട്ടെന്ന് കറി ഉണ്ടാക്ക്, അവൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അപ്പൊ ജ്യൂസ് ഉണ്ടാക്കണ്ടേ? പിന്നെ ജ്യൂസ് ഉണ്ടാക്കാണ്ട് ഇത് വലിയ ആന പണിയാ. ആദ്യം നീ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊണ്ടുപോയി കൊടുക്ക്, എന്നിട്ട് ചോറും കറി ഉണ്ടാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുവെക്ക്. പേപ്പർ വായിച്ചു കഴിഞ്ഞൊന്ന് എടുത്ത് വെക്കാം. അതാണ് ഇതെന്തൊക്കെയാ വാവ ഇവിടെ ഇട്ടിരിക്കുന്നത്? നീയേ അവളെ റൂമൊക്കെ അടിച്ചോടിച്ചല്ലേ? ആ അടിച്ചതാ. പിന്നെ ആ റൂമിന്റെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റിക്കോ, പഴയതൊന്നും ഇടണ്ട. ആ മേലത്തെ ബാൽക്കണിയൊക്കെ അടിച്ചു വരായിട്ട് കുറെ ദിവസമായില്ലേ, അത് മുഴുവൻ ക്ലീൻ ചെയ്തോ. അവള് ഫോൺ ചെയ്യുമ്പോഴേ ചിലപ്പോ അവിടേക്ക് ചെന്ന് നിൽക്കും. വൃത്തിയും വെടിപ്പൊക്കെ കുറച്ച് കൂടുതലുള്ള കൂട്ടത്തില അവള്. ഞാൻ ഇവിടെ ഒന്ന് അടിച്ചു വരട്ടെ, എന്നിട്ട് പോകാം. എന്താടി ഇത്? നിനക്കെന്താ ഒരു ബോധമില്ല?
പറഞ്ഞാലും മനസ്സിലാവില്ല. നീ ചെന്നിട്ടേ ആദ്യം അത് ചെയ്യും, അതിനുശേഷം ഇത് ചെയ്താൽ മതി. ആയിക്കോട്ടെ, ചെയ്യാം. എന്നാ പിന്നെ വേഗം പോയി ചെയ്യും. നീ ഇങ്ങനെ നിന്ന് സമയം കളയാൻ നിൽക്കണ്ട. എനിക്ക് 10 കൈ വേണം, എന്നാലും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഈ ചൂലെങ്ങാനും ഇവിടെ കിടക്കണ അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും ഇത് പഠിച്ചു പോരെ, എന്തിനാ മേലെ പോയി. എന്തേലും ആവട്ടെ. ഇവിടെ എന്താ വൈഫൈന്റെ സ്വിച്ച് ഓഫ് ആണോ? ഇല്ലല്ലോ, ഓണാ. ഇതാ. ആ പക്ഷെ മുകളിൽ കിട്ടണില്ല കേട്ടോ. അത് മേലത്തെ റൂമിലേ ചിലപ്പോ ഒന്നും കിട്ടില്ല. എന്നാ ഞാൻ ഇവിടെ ഇരിക്കാം. അവിടെ ഇരുന്നിട്ടേ യൂട്യൂബ് ഒന്നും കിട്ടണില്ല. മീനൊരു കാര്യം ചെയ്യോ, ഇവിടെ ഒന്ന് അടിച്ചു വാരോ? ബാക്കി എല്ലാ റൂമും ഞാൻ അടിച്ചതാ. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് കളഞ്ഞാൽ മാത്രം മതി. ഞാൻ മേലെ പോയിട്ടൊന്ന് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് വരട്ടെ. ഞാനും പറയാൻ നിൽക്കായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി വിരിക്കണേ. ഞാൻ ചെയ്തോളാം. കുഞ്ഞിനെ ഒന്ന് നോക്കണേ. ആയിക്കോട്ടെ. ഭാവി ചെല്ലുന്നുള്ള പാറാണെന്ന് പറഞ്ഞില്ല. എവിടെ പോയാലും പണിയാണ്. ഭാവേ ആന്റി കുറച്ച് മെസ്സേജ് ഒക്കെ നോക്കട്ടെ. ഫോട്ടോ ഇട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ജാസ്മിൻ. ഹായ് ജാസ്മിൻ, നന്നായിട്ട് കേട്ടോ ഫോട്ടോ. മോളാണോ അടിച്ചു വരുന്നത്? ഏടത്തേം പറഞ്ഞതാ അവിടെയൊക്കെ അടിച്ചു വരാൻ. അവൾ നിന്നോട് അടിച്ചു വരാൻ പറഞ്ഞോ? എന്നിട്ട് ഇപ്പൊ അവളെവിടെ? മേലുണ്ടമ്മേ, എന്തോ ചെയ്യാൻ വേണ്ടി പോയതാ. നല്ല കാര്യായി. കുറച്ചു ദിവസം കൂടെ താമസിക്കാൻ വന്നപ്പോ നിന്റെ അടുത്ത് എല്ലാ പണിയും പറയേ. അതൊന്നും വേണ്ട, നീ ചോല എവിടെയിട്, അവള് വന്ന് ചെയ്തോളും. ഇനി അവൾ എന്ത് പണി പറഞ്ഞാലും മോള് ചെയ്യാൻ നിൽക്കരുതേ. അല്ലല്ലേ എനിക്കെന്തിന്റെ ആവശ്യം ഇവിടെ അടിച്ചു വാലും നടക്കലൊക്കെ. ഹലോ, റിപ്ലൈ ഒക്കെ വരുന്നുണ്ട്. ഹലോ, എല്ലാവരും ഉണ്ടോ? എന്നാ പിന്നെ എല്ലാവരും കൂടി ഒന്ന് ഗ്രൂപ്പിൽ വന്നാലോ? ഞാനേ മീനു മോളെ തിരിച്ചയച്ചു വരാൻ നോക്കുകയാണ് മോനെ. എന്താ എന്ത് പറ്റി? അവള് പോണെന്ന് പറഞ്ഞു. അവള് പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ശ്രുതിയെ എന്റെ മോളെ കൊണ്ട് എല്ലാ പണിയും എടുപ്പിക്കുന്നു. അടിച്ചു വരാൻ തുടക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നു. ശ്രുതി അവളോട് അങ്ങനെ പറഞ്ഞോ? പറയേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ എന്റെ മോൾ അവിടെ മുഴുവൻ അടിച്ചു വരുന്നു. കുറച്ചു ദിവസം സമാധാനത്തിൽ ഇവിടെ നിൽക്കാനാണ് എന്റെ മോള് വന്നത്. അത് ചിലപ്പോ നിന്റെ ഭാര്യയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഈ ശ്രുതി എന്താ അങ്ങനെ ചെയ്തു? അവളെ പണി ഇവളെ കൊണ്ട് ചെയ്യിക്കുന്നു. എന്നിട്ടത് എങ്ങനെ ചെയ്തു? ആണോ? കിട്ടുന്നില്ലെങ്കിൽ ഞാൻ വന്ന് നോക്കാം നാളെ. എന്നിട്ട് പറഞ്ഞാ മതിയോ? ഞാൻ പറഞ്ഞ പോലെ നീ ഒന്ന് നോക്ക് കേട്ടോ. ആഹാ, നീ ഇവിടെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക അല്ലേ? എടാ ഞാൻ വിളിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കൂ കേട്ടോ. എന്റെ ഫ്രണ്ട് വിളിച്ചതാ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിട്ട്. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നീ അവളോട് അടിക്കാനും തുടയ്ക്കാനും പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഇവിടെ വന്നിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് റൂമൊക്കെ വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്? അതിന് വേണ്ടിയില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു ഫ്രണ്ട് വിളിച്ചൊരു സംശയം ചോദിക്കാൻ അത് പറഞ്ഞു കൊടുത്തു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ അത് ഓഫീസിൽ തീർക്കണം. വീട്ടിലെത്തിയാൽ പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളായിരിക്കണം. ഇത് ഇവിടെ വന്നിട്ട് പിന്നെ ഫോണിൽ കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അവന് നിനക്ക് അവിടെ തന്നെ ഇരുന്നാൽ പോരെ, ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ അനിയത്തി 24 മണിക്കൂർ ഫോണിലാണല്ലോ, അപ്പൊ അതൊന്നും കുഴപ്പമില്ല. എന്റെ ഒരു ഫ്രണ്ട് ഒരു 5 മിനിറ്റ് വിളിച്ച് സംസാരിച്ച്, അത് ഇത്ര വലിയ പ്രശ്നം അവിടെ? എടി, അതിന് അവള് നിന്നെ പോലെയാണോ? നീ ഓഫീസിൽ പോകുന്നില്ലേ? അവൾ ഓഫീസിൽ പോകുന്നുണ്ടോ? അപ്പൊ പിന്നെ അവൾ അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അതിലൊന്നും കയറി നീ സംസാരിക്കാൻ നിൽക്കണ്ട. പിന്നെ അവളിവിടെ വന്നതേ കുറച്ച് ദിവസം സമാധാനത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടാ. അത് നീ ആയിട്ട് കളയാൻ നിൽക്കരുത്. വെറുതെ അവളോട് ആ പണി ചെയ്യ് ഈ പണി ചെയ്യുന്നു പറഞ്ഞിട്ട്. എന്നാ പിന്നെ അവൾക്ക് അവിടെ നിന്നാ പോരെ. പണിയെടുക്കാനാണ് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഏത് നിമിഷമാണാവോ എനിക്ക് അവിടെ നിന്ന് അടിച്ചു വരാൻ പറയാൻ തോന്നുന്നത്. അത്രയും ഞാൻ ചെയ്തിട്ട് ഒന്നിനൊരു ഫലല്ലേ ഉണ്ട്. ബാക്കിയുള്ളവർക്ക് ഈ അടിമപ്പണി മിച്ചം. നീ ഇതെവിടെ പോകാനാ റെഡി ആവുന്നേ? എവിടെ പോവാനോന്നോ? ഓഫീസ് പോണ്ടേ? ഇന്ന് തിങ്കളാഴ്ചയാ. നീ ഇന്ന് ജോലിക്ക് എങ്ങനെ ശരിയാവുക?
അവളില്ല ഇവിടെ, 2 ദിവസം ലീവ് എടുക്ക്. അതിന് ഞാനെന്തിനാ ലീവ് എടുക്കുന്നേ? മീനു കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ലേ? അതെങ്ങനെ ശരിയാവുക? അവൾ ഇവിടെ ഉള്ളപ്പോൾ നീ ഇങ്ങനെ ലീവ് എടുക്കാണ്ട് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിലോ? ഇന്നലെ തന്നെ അവള് പറയണ്ടായിരുന്നു എന്തൊക്കെ അവൾക്ക് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമെന്ന്. അതിനിപ്പോ എന്താ? മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയോ. ഞാൻ വൈകുന്നേരം വരുമ്പോഴേ എനിക്ക് കുറച്ച് എടുത്തു വെച്ചാൽ മതി. നിന്നെ അതിന് കഴിക്കാനല്ല വിളിക്കുന്നത്. എടി നീ ഉണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അമ്മ ഉണ്ടാക്കിയ ശരിയാവുന്നില്ല, നീ ഇവിടെ നിൽക്കും. നിങ്ങൾ എന്താ ഈ പറയുന്നേ? നിങ്ങളുടെ അനിയത്തിക്ക് ബിരിയാണി കഴിക്കണം പറഞ്ഞിട്ട് ഞാൻ എന്റെ ഒരു ദിവസം സാലറിയും കളഞ്ഞിട്ട് ലീവ് എടുത്തിരിക്കാനാ? ആ നടക്കൊന്നുമില്ല. ഞാൻ അടുത്ത പണിക്കാരിയോ? നിന്നെ ഇവിടെ ആരും പണിക്കാരായിട്ട് കണ്ടിട്ടൊന്നുമില്ല. എടാ അവള് വായിക്ക് രുചിയുള്ള വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? തൽക്കാലം നീ ഇന്ന് ഇവിടെ നിൽക്ക്, എന്നിട്ട് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്ക്. നാളെ നീ ജോലിക്ക് പോയിക്കോ. നിങ്ങൾക്കൊക്കെ എന്നോടത്ത് എങ്ങനെയാ പറയാൻ തോന്നുന്നത്? അവക്ക് സ്വന്തമായിട്ട് ബിരിയാണി ഉണ്ടാക്കിക്കൂടാ? ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ലീവ് എടുത്തിരിക്കണോ? അതിന് അവളൂടെ പണിയെടുക്കാൻ വേണ്ടി വന്നല്ല, കുറച്ച് റെസ്റ്റ് എടുക്കാൻ വന്ന. അവളെ വീട്ടിൽ മുഴുവൻ വിരുന്നാര് വന്നിരിക്കുക. അപ്പൊ അവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്നപ്പോ അവളെ കൊണ്ട് ഇവിടുത്തെ പണിയെടുപ്പിക്കുക. അപ്പൊ എന്റെ കാര്യോ? ഈ 365 ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ എനിക്ക് ലീവ് തരുന്നുണ്ടോ? എല്ലാ ദിവസവും ഞാൻ ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നില്ലേ? അതും കഴിഞ്ഞിട്ട് ഇവിടുത്തെ പണിയെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ സഹതാപം തോന്നുന്നില്ലല്ലോ. പെങ്ങൾക്ക് കുറച്ച് ദിവസം വിശ്രമം വേണം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. എനിക്ക് കുറച്ച് ദിവസം വിശ്രമം വേണം പറഞ്ഞാൽ നിങ്ങൾ എന്റെ വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നുണ്ടോ? പക്ഷെ ജോലി ലീവ് എടുത്തിട്ട് ഇനി ഇവിടുത്തെ പണിയെടുക്കാനിരിക്കണം. അവളെ പോലെ തന്നെ ഒരു പെണ്ണാ ഞാനും. എന്നെ നിങ്ങൾ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിന് അവള് നിന്നെ പോലെയല്ല. ഞങ്ങളെ അവളെ രാജകുമാരിനെ പോലെ ഇവിടെ നോക്കിയത്. എന്താ അടിച്ചുപൊളിച്ചുള്ള ജീവിതമായിരുന്നു അവൾക്ക്. കല്യാണം കഴിയുന്നവരെ അവൾക്ക് ഒരു അടുക്കള പണി അറിയില്ല. ഞങ്ങളൊന്നും അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അവൻ ചോറ് വെക്ക് കറി വെക്ക് അത് വെക്ക് ഇത് വെക്ക് എന്നൊക്കെ പറഞ്ഞ് അവൾ എന്തൊക്കെയോ പഠിച്ചത്. പിന്നെ അവിടെ അതൊരു ബേർഡൻ ആയിട്ട് തോന്നുമ്പോഴാണ് എങ്ങനെയെങ്കിലും ഒന്ന് മുങ്ങിയിട്ട് അവൾ ഇവിടെ വരുന്നത്, കുറച്ച് റെസ്റ്റ് എടുക്കാൻ. അതെ, നിങ്ങളുടെ പെങ്ങളെ മാത്രമല്ല എല്ലാ പെൺകുട്ടികളെയും രാജകുമാരിയെ പോലെ തന്നെയാ അവർ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന് മുമ്പ് വരെ എനിക്കും ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് ഞാനും എല്ലാം പഠിച്ചത്. പിന്നെ എന്റെ കെട്ടിയവൻ ഒരു മരങ്ങോടനായതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുന്ന കണ്ട അയാൾക്ക് ഇഷ്ടമല്ല. അതിന് താളത്തിനൊന്നും തുള്ളുന്ന ഒരു അമ്മായിരുന്നു. മോളെങ്ങാനും ഇരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിലത്തൊന്നും നിർത്തില്ല നമ്മളെ. അങ്ങ് പണിയോടെ പണിയാ. എന്റെ ജോലി എല്ലാം കളഞ്ഞിട്ട് എന്നോട് പറയാം ലീവ് എടുക്ക്, നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും. ഞാനും അവളെ പോലത്തെ ഒരു പെണ്ണല്ലേ. എപ്പോഴെങ്കിലും അല്ലേ ഞാനും അവളെ കാണുന്നുള്ളൂ. ഈ 365 ദിവസത്തിലേ എനിക്കൊരു ദിവസം റെസ്റ്റ് ഒക്കെ വേണ്ടേ? അതുകൊണ്ട് പെങ്ങളൊക്കെ വന്നിരിക്കല്ലേ. അപ്പൊ അമ്മയോടും പെങ്ങളോടും പറയേ ഇന്ന് ഒരു ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്റെ ഭാര്യ ജോലിക്ക് പോയി വരുന്നതിന് മുമ്പ് എല്ലാം റെഡി ആക്കിയിട്ട് അവള് വരുമ്പോഴത്തേക്കും ടേബിളിൽ എടുത്ത് വെക്കാം. അപ്പൊ എനിക്കും സന്തോഷമാവുന്നു. എന്ത്? എന്റെ മോൾ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഞാനും അവളും കൂടി ബിരിയാണി ഉണ്ടാക്കി ടേബിളിന്റെ മേലെ വെച്ച് നിന്നെ കാത്തിരിക്കണമെന്നാ? നീ ആള് കൊള്ളാലടി. എന്തുകൊണ്ട് പറ്റില്ല? നിങ്ങൾക്കെല്ലാം ഞാൻ അങ്ങോട്ട് വെച്ചൊരുക്കി തന്നെ നിർബന്ധം പിടിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു നേരം നിങ്ങൾക്ക് എനിക്ക് വെച്ചൊരുക്കി തന്നൂടാ? പിന്നെ നിനക്ക് വെച്ചൊരുക്കി തരാൻ ഇരിക്കുകയാണ് ഇവിടെ ഞങ്ങള്. അതിനാണല്ലോ എന്റെ മോൾ ഇവിടെ വന്നിരിക്കുന്നത്. കേട്ടല്ലോ. പിന്നെ എന്ത് വകയില്ല നിങ്ങൾ എന്നോട് ഇവിടെ ലീവ് എടുത്ത് നിന്നിട്ട് എല്ലാവർക്കും വെച്ചൊരുക്കി മുമ്പിൽ വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത്? അമ്മേ, എല്ലാവരും ഇവിടെ വരുന്നതും നിൽക്കുന്നതും എല്ലാവർക്കും ഉണ്ടാക്കി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാം എനിക്ക് ഇഷ്ടാ. പക്ഷെ ഒരാളെല്ലാം ചെയ്തു തരുന്ന വിചാരിച്ചിട്ടേ അവരെ ഒരുമാതിരി ഉപയോഗിക്കാൻ നിൽക്കരുത്. അമ്മേന്റെ മോളെ പോലെ തന്നെ ഒരു പെണ്ണാ ഞാനും. നിങ്ങളുടെ പെങ്ങളെ ഒരുപാട് ഇങ്ങനെ പണിയെടുക്കുമ്പോ നിങ്ങളുടെ മനസ്സിന് വിഷമം തോന്നില്ലേ? അവള് ഇഷ്ടംപോലെ ഫോൺ ചെയ്ത് നല്ല തുള്ളിച്ചാടി നടക്കണം. അവളെ ഫ്രീഡം ഒന്നും എവിടെയും പോകരുത്. കല്യാണം കഴിഞ്ഞാലും അവൾക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് വേണം. പിന്നെന്താ വയറ് നിറയെ ഭക്ഷണം കഴിക്കണം, തടിച്ചു കൊഴുത്തിരിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതുപോലെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനും അമ്മയും ആങ്ങളെയൊക്കെ എനിക്കും ഉണ്ട്. അവളെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനും അവളെ പോലെ തന്നെ ഒരു സ്ത്രീയാണ്. ഈ പറഞ്ഞതൊക്കെ എനിക്കും ആവശ്യമാണ്. അതൊന്ന് മനസ്സിലാക്കുക. എടാ നീ ജോലിക്ക് പോയിക്കോ. അതെ മോളെ, എന്റെ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. മോൾ അതൊന്നും മനസ്സിൽ വെക്കണ്ട. ഇവിടുത്തെ പണികൾക്ക് ഞങ്ങൾ ചെയ്തോളാം.